2026 വേൾഡ് കപ്പ് നേടണമെങ്കിൽ ബ്രസീൽ എന്തെല്ലാം ചെയ്യണം എന്ന് പല ബ്രസീലിൻ്റെ ലെജൻഡുകളും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ബ്രസീൽ ഇതിഹാസം റിവാൾഡോയുമായിട്ടുള്ള സംസാരത്തിൽ സൂപ്പർ താരം റൊണാൾഡോ, ബ്രസീലിയൻ റൊണാൾഡോ നേന് എന്താണ് 2026 വേൾഡ് കപ്പ് ബ്രസീൽ നേടാൻ ബ്രസീൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. അതായത് വിനീഷ്യസ് ജൂനിയറിൻ്റെയും നെയ്മർ ജൂനിയറുടെയും പേരെടുത്താണ് റൊണാൾഡോ നേന് ഈ ഒരു സംസാരം പറഞ്ഞത്. നെയ്മർ ജൂനിയറെയും വിനീഷ്യസ് ജൂനിയറെയും പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ 2026 വേൾഡ് കപ്പ് ബ്രസീൽ നേടാൻ കഴിയുമെന്നാണ് റൊണാൾഡോ നേൻ്റെ ഒരു അഭിപ്രായം. വിനീഷ്യസിനെയും നെയ്മർ ജൂനിയറെയും വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ 2026 വേൾഡ് കപ്പ് ബ്രസീലിലെത്തും. രണ്ടുപേരും കഴിവുള്ള താരങ്ങളാണ്. നെയ്മർ ജൂനിയർ അദ്ദേഹം ഗോളടിപ്പിക്കാനും കഴിവുള്ള താരമാണ് നെയ്മർ ജൂനിയർ എന്നൊക്കെയാണ് റൊണാൾഡോയുടെ അഭിപ്രായം. 2026 വേൾഡ് കപ്പ് ബ്രസീൽ നല്ലോണം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നെയ്മർ ജൂനിയറുടെ അവസാന വേൾഡ് കപ്പാണ്. ആ ഒരു വേൾഡ് കപ്പ് നേടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുമെന്ന് നെയ്മർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുന്നേ തന്നെ. അതിനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ബാഴ്സലോണയിലേക്ക് ചേക്കേറിയേക്കാം എന്ന് വരെ പറയുന്നുണ്ട്. ഏതായാലും 2026 വേൾഡ് കപ്പ് നല്ല പ്രതീക്ഷ നൽകുന്നുണ്ട് ബ്രസീൽ. നെയ്മർ ജൂനിയറിൻ്റെ കാര്യം മാത്രമല്ല, സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ, റാഫിന്ന പോലുള്ള ഒരുപാട് മികച്ച താരങ്ങൾ നിര ബ്രസീലിന് ഉണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പ് പോലെ തന്നെ നല്ലൊരു 11 സെറ്റാക്കിയിട്ട് 2026 വേൾഡ് കപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നെയ്മറിനെ മാത്രം കരുതിയിട്ട് 2026 വേൾഡ് കപ്പിലേക്ക് പോയിട്ട് ബ്രസീലിന് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഒരു അഭിപ്രായമാണ്. നെയ്മർ ജൂനിയറെ മാത്രം ലക്ഷ്യം വെച്ചിട്ട് 2026 വേൾഡ് കപ്പ് പോയിട്ട് കാര്യമുണ്ടാവില്ല. നെയ്മറിനെ മുൻനിർത്തിയിട്ട് വേണമെങ്കിൽ പോകാം. പക്ഷേ നെയ്മറിന് പകരമായിട്ട് നെയ്മർ ഒരു പക്ഷേ എത്രത്തോളം ആ ഒരു മത്സരം, ഒരു ടൂർണമെൻറ്റ്, വേൾഡ് കപ്പ് മാത്രമല്ല ഏത് ടൂർണമെൻറ്റിലും നെയ്മർ ഇറങ്ങുകയാണെങ്കിൽ ആ ഒരു ടൂർണമെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മത്സരമോ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നമുക്കാർക്കും ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം നെയ്മറിൻ്റെ ഒരു ഫിറ്റ്നസ് ലെവൽ ആ ഒരു കാറ്റഗറിയിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. സാൻഡോസിൽ പോയിട്ട് അദ്ദേഹം റിക്കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു പഴയ നിലയിൽ തന്നെ എത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ നല്ലൊരു 11 തന്നെ 2026 ബ്രസീൽ പോകേണ്ടി വരും. ഓരോ താരങ്ങൾക്കും പകരമായിട്ട് നല്ല മികച്ച താരങ്ങളെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു മികച്ച 11 2026 വേൾഡ് കപ്പിലേക്ക് ബ്രസീൽ പോയാൽ ഒരു പക്ഷേ നല്ലൊരു റിസൾട്ട് ബ്രസീലിന് ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. ഏതായാലും ഇപ്പോൾ റൊണാൾഡോ നേന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണ്. വിനീഷ്യസ് ജൂനിയറിനെയും നെയ്മർ ജൂനിയറിനെയും ഒക്കെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ 2026 വേൾഡ് കപ്പിൽ ബ്രസീലിന് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത്.